Hi all, let's begin our part 2, that is share capital. Share capital. Share capital of a company. So as we said, a company being an artificial person cannot generate its own capital. Company is an artificial person, but since other person ആണെങ്കിൽ കൂടി is an artificial person and is separate from its owner, so it cannot issue or it cannot raise its own funds. അപ്പൊ മറ്റാരെങ്കിലും ഫണ്ട് തന്നിട്ടേ ആ കമ്പനിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. സോ ഇൻ സച്ച് എ കേസ് ആ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് കമ്പനി ക്യാഷ് റൈസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ റൈസ് ചെയ്യുന്ന ക്യാഷിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ആ റൈസ് ചെയ്യപ്പെടുന്ന ആ ആൾക്കാരെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്നും പറയുന്നത്. സോ ഷെയർ ക്യാപിറ്റൽ റെഫേഴ്സ് ടു the money contributed by the different person to a company, or in other words, the money raised by a company from its members is collectively known as share capital, and these members are known as shareholders. So share capital is the sum of amount which is collected by a company from its members. The next categories of share capital. Share capital എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, this is the sum of amount which is a company collected or going to collect from its members. ഒരു അതിന്റെ മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്ത ഒരു പോർഷനെയാണ് നമ്മൾ ഓവറോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ആ ഷെയർ ക്യാപിറ്റലിന് നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. Authorized capital is the registered capital or nominal capital under which this company is registered. നമുക്കറിയാം എല്ലാ കമ്പനികൾക്കും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും ആ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. സോ അതിൽ അത് പറഞ്ഞിട്ടുണ്ടാവും എത്രയാണ് ഇതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ മാക്സിമം amount of shares which this company can raise from the public or any from its members. അപ്പൊ കമ്പനിക്ക് മാക്സിമം റൈസ് ചെയ്യാൻ കഴിയുന്ന അമൗണ്ടിനെ പറയുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പൊ അത് എത്രയാണെന്നുള്ളത് അതിൽ പറഞ്ഞു. ആ കമ്പനിക്ക് അതിൽ കൂടുതൽ ഷെയർ പബ്ലിക്കിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിട്ടോ റൈസ് ചെയ്യാൻ കഴിയില്ല. സോ ഇറ്റ് ഈസ് ദ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ ഓർ മാക്സിമം ക്യാപിറ്റൽ, അങ്ങനെ എല്ലാം ഇത് അറിയപ്പെടും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ, ഇങ്ങനെയെല്ലാം അറിയപ്പെടും. So it is the maximum amount of shares which a company can raise. അതാണ് authorized capital എന്ന് പറയുന്നത്. The next, issued capital. Issued capital is the part of authorized capital which is actually issued to the public for the subscription. Is part of authorized capital which is made available for the public for their subscription. അപ്പോൾ അത് ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ്. അത് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുത്ത ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഇസ് എ പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഇസ് നോൺ ആസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ചിലപ്പോൾ പബ്ലിക്കിനായിരിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റിനായിരിക്കാം. ദ നെക്സ്റ്റ്, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു, ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു, അപ്പോൾ മറ്റൊരു ഭാഗം ഇഷ്യൂ ചെയ്തിട്ടില്ല, അതിനെയാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് ഓഫേർഡ് ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. Then subscribed capital. So it is a part of issued capital which has been actually subscribed by the public. നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കും പബ്ലിക്കിന്. അത് പബ്ലിക് ചിലപ്പോൾ ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ പകുതി സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ ആ സബ്സ്ക്രൈബ് ചെയ്ത ഭാഗത്തെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇസ് ദ പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. Then moving on, next, called up capital. Called up capital is the part of subscribed capital. ഇതെല്ലാം ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ്. Called up capital is the part of subscribed capital which has been called up on the shares. അപ്പോൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത ഷെയറിന്റെ ഒരു ഭാഗമാണ്, ബട്ട് കമ്പനി അതിൽ കോൾ അപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് അമൗണ്ട് ഡ്യൂ ആക്കിയിട്ടുണ്ട്, ഇത്ര ക്യാഷ് അടക്കണം എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Then paid up capital.
ആ കമ്പനി കോൾഡ് അപ്പ് ആക്കിയതിൽ ഷെയർ ഹോൾഡേഴ്സ് എത്ര ഭാഗം പേ ചെയ്തു, അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പറയുന്നത്. ഇസ് ദാറ്റ് പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി റിസീവ്ഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് or which the shareholder already paid on the called up value. The next, uncalled up capital. അപ്പൊ ഈ കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമേ അവര് പബ്ലിക് പേ ചെയ്യുമ്പോഴാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നാക്കുന്നത്. അപ്പൊ ഈ സബ്സ്ക്രൈബ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കോൾഡ് അപ്പ് ചെയ്തത്. അവിടെ കോൾഡ് അപ്പ് ചെയ്യാത്ത ഒരു ഭാഗം അവിടെയുണ്ട്, അതാണ് uncalled up capital. That portion of subscribed capital which has not yet been called. ഇതുവരേക്കും കോൾഡ് അപ്പ് ചെയ്യാത്ത ഒരു പോർഷനെയാണ് നമ്മൾ uncalled up capital എന്ന് പറയുന്നത്. Then reserve capital. Reserve capital is the portion of uncalled capital which are meant for the winding up of a company. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു നീക്കി വെച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ്. അതൊരിക്കലും കോൾഡ് അപ്പ് ചെയ്യില്ല, അത് വൈൻഡിങ് അപ്പിൽ മാത്രമേ ഉപയോഗപ്പെടുത്തുള്ളൂ. അപ്പൊ ദീസ് ആർ ദി ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് share capital: authorized share capital, issued share capital, subscribed capital, called up capital, paid up capital, uncalled up capital. ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് തോന്നാം. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ഇത് ചെയ്യാം. Here are some examples. Here the authorized capital of a company is 10 lakh. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 10 lakh rupees വെച്ചിട്ടാണ്. അപ്പൊ ഈ കമ്പനീസിന്റെ ഷെയർസിനെ നമ്മൾ ഇൻ നമ്പറിലാണ് പറയുക, എത്ര രൂപയുടെ ഷെയർസ് ഉള്ളത്. അപ്പൊ ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ഷെയർസ് ഓഫ് 100 each, 10,000 ഷെയർസ് ഓഫ് 100 each. അങ്ങനെയാണ് ആ കമ്പനിയുടെ ടോട്ടൽ ഷെയർ വാല്യൂ 10 lakh എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ഓർ മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh ആണ്. അപ്പൊ അവർക്ക് അതിൽ കൂടുതൽ ഒരിക്കലും അവരുടെ ക്യാപിറ്റൽ എമൗണ്ട് വരാൻ കഴിയില്ല. മാക്സിമം അവർക്ക് പബ്ലിക്കിന്റെ അടുത്തുനിന്ന് റൈസ് ചെയ്യാൻ കഴിയുന്ന ഫണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10 lakh rupees ആണ്. അതാണ് നമ്മൾ പറയുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഈ 10 lakh വെച്ചിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. 10 lakh മീൻസ് ഇസ് ദ ഹയർ ലിമിറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ. മാക്സിമം 10 lakh അവർക്ക് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം? റൈസ് ചെയ്യാം. Then now the company is going to issue capital. അപ്പൊ ഈ കമ്പനിക്ക് മാക്സിമം 10 lakh വരെ നമ്മൾ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. അതായത് 10,000 ഷെയർസ് ഉണ്ട് ആ കമ്പനിക്ക്, 100 രൂപയുടെ 10,000 ഷെയർസ് ഉണ്ട്. ഇനി കമ്പനിക്ക് ഫണ്ട് ആവശ്യം വരുമ്പോൾ ഈ ഷെയർ പബ്ലിക്കിന് വിറ്റിട്ട് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങും. അങ്ങനെയാണ് ഈ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ആരാണോ ഷെയർ വാങ്ങുന്നത് അവർ ഈ കമ്പനിയുടെ ഒരു മെമ്പർ ആവും, ഒരു ഷെയർ ഹോൾഡർ ആവും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ 10,000 ഷെയർസ് പബ്ലിക്കിന് വിറ്റ് കഴിഞ്ഞാൽ കമ്പനിക്ക് ക്യാഷ് കിട്ടും. That's how the company finds its amount for its survival. Then issued capital. Issued capital, as we already discussed, it is a portion of authorized capital which is made available for the public subscription. പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി കൊടുത്ത ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം. ജസ്റ്റ് സീ, 10,000 ഷെയർസ് ആയിരുന്നു ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ആ 10,000 ഷെയർസ് ഒരുമിച്ച് അങ്ങോട്ട് കമ്പനി ഒരിക്കലും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യില്ല. പകരം അതിന്റെ ഒരു ഭാഗമാണ്. സപ്പോസ് ഇവിടെ പകുതി, ഈ കമ്പനി ഇതിന്റെ പകുതി മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദിസ് 10,000 ഷെയർസ് 5,000 നമ്പർ ഓഫ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഫോർ ₹100 each. അങ്ങനെ ടോട്ടൽ 5 lakh rupeesന്റെ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. ഫുള്ളി ഇഷ്യൂ ചെയ്തിട്ടില്ല. ഐ മീൻ 10 lakh 5 lakh രൂപയുടെ ഷെയർ മാത്രമാണ് ഇഷ്യൂ ചെയ്തത്. ബാക്കി 5 lakh അവിടെ തന്നെ വെച്ചത്. പിന്നീട് ഭാവിയിൽ ഇഷ്യൂ ചെയ്യും. ഈ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എല്ലാം കൂടി അറ്റ് എ ടൈമിൽ അങ്ങോട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. അതൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. സോ അതിന്റെ പകുതി ഇവർ ഇഷ്യൂ ചെയ്യാണ്. 5,000 ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. ഇപ്പൊ ഈ കമ്പനിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണ്? 5 lakh rupees, because 5,000 shares of ₹100 each. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ 5 lakh. Then out of this 5 lakh rupees or 5,000 ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തപ്പോൾ പബ്ലിക് അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തു. ഐ മീൻ പബ്ലിക് അതെല്ലാം വാങ്ങാൻ തയ്യാറാണ്. അവർ അതിന്റെ അപ്ലിക്കേഷൻ മണി തന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അപ്പൊ ഈ ആളുകൾ, ഈ പബ്ലിക് ഈ ഷെയർ വാങ്ങല് ഷെയറിന്റെ അപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടാണ്. they will be paying application money for their shares subscription. അപ്പൊ ഈ 5,000 ഷെയറിന് നമ്മൾ അപ്ലിക്കേഷൻ മണി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 10 ആണെങ്കിൽ, അതായത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഷെയറിന്റെ വാല്യൂ 100 രൂപയാണെന്ന്. നമ്മളൊരു ഷെയർ വിൽക്കുമ്പോൾ ആ 100 രൂപയും ഒരുമിച്ച് കമ്പനിക്ക് ഒരിക്കലും കിട്ടില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റാൾമെന്റിലൂടെയാണ് കിട്ടുക. അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മണി ആയിരിക്കും. ആ ആപ്ലിക്കേഷൻ മണി
ഈ എക്സാമ്പിൾ പറയുന്നത് 10 രൂപയാണ്. അപ്പൊ 10 രൂപ കൊടുത്താൽ ഒരാൾക്ക് ആ ഷെയർ കിട്ടും. ബാക്കി 90 രൂപ അയാൾ അതിൽ കൊടുക്കാനുണ്ട്. അത് പിന്നീടുള്ള ഇൻസ്റ്റാൾമെന്റിൽ കൊടുത്താൽ മതി. സോ അറ്റ് ദ ടൈം ഓഫ് സബ്സ്ക്രിപ്ഷൻ പബ്ലിക് വിൽ ബി പേയിങ് ₹10 ഫോർ 1 ഷെയർ. അങ്ങനെ ഈ 5000 ഷെയർസും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എത്ര കിട്ടും? 50,000. സോ 5,000 shares at ₹10 each on subscription. 10 rupees application കൊടുത്തിട്ട് അവര് 50,000 രൂപ കമ്പനിക്ക് കിട്ടും. That's the subscribed capital. ഇനി കമ്പനിക്ക് എത്ര കിട്ടാനുണ്ട്? 90 രൂപ ആ ഷെയറിന്റെ മുകളിൽ കിട്ടാനുണ്ട്. അതിങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കമ്പനി ഇങ്ങനെ അവർക്ക് സമയം കൊടുക്കും, എന്നിട്ട് ഡ്യൂ ആക്കലാണ്. അതിനെ പറയുന്ന പേരാണ് കോളിംഗ് അപ്പ് ഷെയർസ്, കോളിംഗ് അപ്പ്. സോ ദ കോൾഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ് കമ്പനി നിലവിൽ വിളിച്ചത് അതിനെ പറയുന്ന പേരാണ് കോൾഡ് അപ്പ് വാല്യൂ. സപ്പോസ് കമ്പനി 50 രൂപ കൂടി പബ്ലിക്കിനോട് അടക്കാൻ പറയാണ്. അപ്പൊ ആ വാല്യൂവിനെ പറയുന്ന പേരാണ് കോൾഡ് അപ്പ് വാല്യൂ. അപ്പൊ 5,000 ഷെയർസ് അതിൽ 50 രൂപ കോൾഡ് അപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2,50,000 ടോട്ടൽ കോൾഡ് അപ്പ് വാല്യൂ. അപ്പൊ പബ്ലിക്കിനോട് പറയാണ് നിങ്ങൾ 50 രൂപ പെർ ഷെയറിന് നിങ്ങൾ അടക്കണം എന്ന് പറയാണ്. അതായത് നേരത്തെ 90 രൂപ അടക്കാനുള്ളതിൽ 50 രൂപ ഇപ്പൊ തരണം എന്ന് പറയാണ്. അതായത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ കോളിംഗ്, ഫസ്റ്റ് കോളിംഗ്. അപ്പൊ ആൾക്കാർ ആ ഷെയർ ഹോൾഡേഴ്സ് 50 രൂപ അടക്കും. അങ്ങനെ എത്രയാവും? 2.5 ലക്ഷം രൂപയാകും ഷെയറിന്റെ വാല്യൂ. ദെൻ അങ്ങനെ കമ്പനിയുടെ എസ്റ്റിമേഷൻ ആണ്, കമ്പനി അത് കോൾഡ് അപ്പ് ചെയ്യാണ്. കമ്പനി അപ്പൊ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? 2.5 ലക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനി പറയാണ് 50 രൂപ നിങ്ങൾ ഷെയറിന്റെ മുകളിൽ അടക്കണം. അപ്പൊ കമ്പനിക്ക് 2.5 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ കിട്ടണം ആ കോൾ ചെയ്യുമ്പോൾ. പക്ഷേ എല്ലാവരും ഇതേപോലെ പേ ചെയ്തോളണമെന്നില്ല. 4,000 ഷെയറിന്റെ മുകളിൽ മാത്രമേ ആൾക്കാർ ക്യാഷ് പേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അവർക്ക് 2 ലക്ഷം കിട്ടുള്ളൂ. ആ ഒരു പോർഷന് പറയുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ ഈ എക്സാമ്പിളിലൂടെ നേരത്തെയുള്ള ഡെഫിനിഷൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് on which the company is registered, which is the nominal value of the shares or registered value of the share capital. Then issued capital is the portion of authorized capital which is made available for the public subscription. Then subscribed capital is the portion of issued capital where the public subscribed. Then called up capital is the portion of subscribed capital on which the company made the calls. Then paid up capital is the portion of called up capital on which the shareholder is paid. ആ ഒരു പോർഷനാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിലൂടെ നേരത്തെയുള്ള ആ ടേംസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർസ്, ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. മൂവിങ് ഓൺ ദി നെക്സ്റ്റ് ടോപ്പിക്, നേച്ചർ ആൻഡ് ക്ലാസസ് ഓഫ് ഷെയർസ് ഓർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനു മുമ്പ്, വാട്ട് യു മീൻ ബൈ ഷെയർസ്? Shares refers to the units into which the total share capital of a company is divided. ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിനെ നമ്പർ ഓഫ് യൂണിറ്റിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെയർസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു 10 lakh rupees ആയിരുന്നു ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ. അതിനെ 100 രൂപ ഒരു ഷെയറിനാക്കി മാറ്റുമ്പോൾ എത്ര കിട്ടും? 10,000 ഷെയർസ്. സോ a share is a fractional part of the share capital and form the basis of ownership interest in a company. So share capitalന്റെ ഒരു പീസിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് പറയുന്നത്. So shares denotes the ownership of a person in a company. As per section 86 of the Companies Act, a company can have two types of shares, preference shares and equity shares. These are the two types of shares, preference shares and equity shares. First, preference shares. According to section 85 of the Companies Act 1956, a preference shares on which fulfills the following conditions. ഒരു പ്രിഫറൻസ് ഷെയർ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന 2 കണ്ടീഷൻസ് ഉണ്ട്. കമ്പനീസ് ആക്ട് 1956 പ്രകാരം സെക്ഷൻ 85 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫസ്റ്റ് വൺ, that shares carries a preferential right to dividend. ആ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് അതിലൊരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. I mean, these preference shareholders will be having a preferential right to get dividend. ഡിവിഡൻഡ് കിട്ടാനുള്ള ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാവും. പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്.
മറ്റുള്ള ഷെയർ ഹോൾഡേക്കാളും മുന്നേ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുന്നേ ഡിവിഡൻഡ് കിട്ടാനുള്ള ഒരു റൈറ്റ് ഇവർക്ക് ഉണ്ടാവും. ദ ഹാവിംഗ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഗെറ്റ് ദ ഡിവിഡൻഡ്. സംടൈംസ് ആ ഡിവിഡൻഡ് എന്തായിരിക്കും, ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നോമിനൽ വാല്യൂ ആയിരിക്കും. വാട്ട് എവർ ദ കേസ്, they will be getting the dividend first before the equity shareholders. That's the first condition. The preference shareholders will be having preferential right to get dividend. That's the first condition. Preferential right to get dividend. അതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് അതാണ്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്. Preferential right to get dividend first over the equity shareholders. Then second condition, with respect to capital, it carries on, or it will carry on the winding up of the company, the preferential right to get repayment of the capital. Suppose if they are going to wind up the company, the preference shareholders having the preferential right to get back their capital earlier than these equity shareholders. കമ്പനി പൂട്ടി പോകുന്ന സമയത്ത്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഓണേഴ്സും കമ്പനിയും സെപ്പറേറ്റ് ആണ്. അപ്പൊ ഓണേഴ്സിന്റെ എമൗണ്ട് ആണ് ക്യാപിറ്റൽ, അത് തിരിച്ചു കൊടുക്കേണ്ടി വരും അവിടെ ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഓണേഴ്സിന്റെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുക പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ്, ഓർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ബിക്കോസ് ദേ ഹാവിംഗ് പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഗെറ്റ് ദ റീപേയ്മെന്റ് ഓഫ് their capital. Right to get the repayment of capital. അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ക്രൈറ്റീരിയാസ് ആണെന്നുള്ളത്. There will be having preferential right to get dividend early and preferential right to the repayment of capital. ഈ രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആണ് പ്രിഫറൻസ് ഷെയർസിനുള്ളത്. Then next, different types of preference shares. Basically there are 8 types of preference shares. അപ്പോൾ നമ്മൾ പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ അവർക്ക് ചില പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ആദ്യം ഡിവിഡൻഡ് കിട്ടും, കമ്പനി പൂട്ടി പോകുന്ന സമയത്ത് അവർക്ക് ആദ്യം അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് അവർക്ക് ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. The first one, cumulative and non-cumulative preference shares. ഇത് രണ്ട് ഷെയറുകളാണ് ഞാൻ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. Cumulative preference shares. Cumulative preference shares refers to if they do have to get any kind of dividend for this particular year, but unfortunately due to losses, if they didn't get that dividend will be accumulated for the next year. അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അത് കൂട്ടിയിട്ട് കൊടുക്കും. അതായത് ഈ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ നമ്മൾ പ്രിഫറൻഷ്യൽ ഷെയർസിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് 10% ഡിവിഡൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വർഷം 10,000 rupees കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, കമ്പനി ലോസ് ഇൻകർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വർഷം ഈ 10,000 അടുത്ത വർഷത്തെ ഡിവിഡൻഡിന്റെ കൂടെ നമ്മൾ കൂട്ടി കൊടുക്കും. അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ആൻഡ് നോൺ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there won't be such a kind of option. ഈ വർഷം ഡിവിഡൻഡ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷം കൂട്ടി കൊടുക്കില്ല, അത് കഴിഞ്ഞു. ഈ വർഷം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, അടുത്ത വർഷം അടുത്ത വർഷത്തതേ കൊടുക്കുള്ളൂ. അതാണ് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്. ദ നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. Participating preference shares means some preference shares they can participate in the profit earned by this company. Usually ഈ preference shares ഒരു fixed amount of dividend ആയിരിക്കും. നമ്മൾ preference share പറയുമ്പോൾ തന്നെ 5% preference share, 10% preference share, 12% preference shares എന്നാണ്. അതായത് അവർക്ക് അവരുടെ ക്യാപിറ്റലിന്റെ 12% റിട്ടേൺ കൊടുക്കണം. അവർക്ക് ആ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ അവർക്ക് ആ റിട്ടേൺ കൊടുക്കേണ്ടി വരും. ബട്ട് if company is having excess profit എക്സസ് അല്ലെങ്കിൽ മാസ് പ്രോഫിറ്റ് അവിടെ ഉണ്ട്, ഹൈ സർപ്ലസ് പ്രോഫിറ്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില പ്രിഫറൻസ് ഷെയർസിന് എന്താവും, ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കിട്ടും. ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് പ്രോഫിറ്റ്. അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് ആ ഫിക്സഡ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ, പ്രോഫിറ്റിൽ ഒരു ഷെയറും കിട്ടില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. സോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, അതാണ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. The next, redeemable and irredeemable preference shares.
റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഡീമബിൾ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുക. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് എന്ന് തിരിച്ചു കിട്ടും. സോ ഒരാൾ, ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഒരു 10 lakh rupees ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അവർക്ക് ഒരു റെഡീമബിൾ പീരിയഡ് കൊടുക്കുകയാണ്. 5 lakhsന് ശേഷം നിങ്ങളുടെ എമൗണ്ട് തിരിച്ചു തരും എന്നുള്ള ഒരു അഷുറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. So in case of redeemable preference shares, the shares will be redeemed after a particular number of period. ഒരു particular period അല്ലെങ്കിൽ specific periodന് ശേഷം their amount will be refunded, their capital will be repaid. That's the redeemable preference shares. In case of irredeemable preference shares, this value of preference shares will not be given back. അതൊരിക്കലും തിരിച്ചു കൊടുക്കില്ല. അവർക്ക് ഡിവിഡൻഡ് കിട്ടും periodically, but they won't get back their capital amount. That's the irredeemable preference shares. Then convertible and non-convertible. Convertible preference shares refers to those preference shares which can be converted into equity shares later. അവർക്ക് ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് equity share ആക്കിയിട്ട് മാറ്റാം. അതിനെയാണ് convertible preference shares എന്ന് പറയുന്നത്. Then non-convertible preference shares refers to it cannot be converted into equity shares. അത് എന്നും preference shares ആയിട്ട് തന്നെ നിലനിൽക്കും. So these are the 8 types of preference shares. Then next, equity shares. Equity shares is also known as ordinary shares. So equity share is a share which is not a preference share. Preference share അല്ലാത്ത share ആണ് equity share, which means they do not have any preferential right. These shareholders do not enjoy any preferential right in the payment of dividend or repayment of capital. When we have said in the case of preference shares in 2 conditions ആണ് നമ്മൾ പറഞ്ഞത്. They having preferential right over dividend and preferential right over the repayment of capital. But in case of equity shareholders, they doesn't have any preferential right over their dividend or repayment of capital. അവർക്ക് ഡിവിഡൻഡിന്റെ പേരിൽ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കൊടുക്കും. അവർക്ക് എത്രത്തോളം പെർസെന്റേജ് ഓഫ് ഡിവിഡൻഡ് ആണ് അതൊന്നും ഫിക്സഡ് അല്ല. അവർക്ക് കമ്പനി ബിസിനസ് profit earn ചെയ്യുന്നുണ്ടെങ്കിൽ they will get dividend, otherwise they won't get it. But in case of preference shareholders, അവിടെ ഒരു fixed amount of dividend ഉണ്ടാവും, അത് അവരുടെ preferential right ആണ്, they will get it. But in case of equity shareholders, there doesn't have any kind of preferential right. Preferential shareholdersന് കൊടുത്തു കഴിഞ്ഞിട്ട് ഡിവിഡൻഡ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ equity shareholdersന് കിട്ടും. അല്ലെങ്കിൽ ക്യാപിറ്റൽ റീപേയ്മെന്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ preference shareholders ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കും at the time of winding up. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ equity shareholders കൊടുക്കും. They do not have any kind of preferential right. But the equity shareholders are known as the real owners of the company. They are known as the real owners of the company, and equity shares is known as ordinary shares or equity shares of this company. Then difference between equity shares and preference shares. So on the basis of difference, first right to dividend. In case of preference shares, they having preferential right to get the dividend first over the equity shareholders. But in case of equity shareholders, there doesn't have any kind of preferential right. Dividend is paid on the equity shares after it paid to the preference shares. They won't get it first. Preference shareholders will get the dividend first, then equity shares will get. Then right of dividend. In case of preference shares, most of the time the preference shares will be carrying a fixed rate of dividend. But in case of equity shares, there is no fixed amount of dividend. There is no assurance on the dividend. If the company is earning profit, the board of directors may decide to distribute dividend. Then redemption. Preference shares in the case they have 2 options: redeemable preference and irredeemable preference shares. In case of redeemable preference shares, they will be getting their shares redeemed after a specific date. But in case of equity share, there is no condition. അങ്ങനത്തെ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് equity company can buy back the shares. അത് കമ്പനിയുടെ ചോയ്സ് ആണ്. ബട്ട് അവർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ പറയാൻ കഴിയില്ല. ആ കേസിലും അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്നുമില്ല. Then voting right. ഇവിടെ മാത്രമാണ് ഇവർ തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് doesn't have any voting right. I mean
sometimes they having special voting rights, അവർക്ക് special circumstances voting rights ഉണ്ട്. But equity shareholders അവിടെ എല്ലാ voting rights ഉണ്ട് because they are the real owners. So equity shareholders have voting rights in all circumstances, but preference shareholders have voting rights only in special circumstances. അതാണ് വോട്ടിംഗ് റൈറ്റിന്റെ കേസിൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫുൾ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ദെൻ റിക്വയർമെന്റ് ഫോർ ഫോർമേഷൻ. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ന്യൂ കമ്പനി കനോട്ട് ബി ഫോംഡ് ഓൺലി വിത്ത് പ്രിഫറൻസ് ഷെയർസ്, ബട്ട് എ ന്യൂ കമ്പനി ക്യാൻ ബി ഫോംഡ് ഓൺലി വിത്ത് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഇക്വിറ്റി ഷെയർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാണ്ട് ഒരു പ്രിഫറൻസ് ഷെയർ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു കമ്പനിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. Then based on the types, there are 8 types of preference shares as we have seen in the previous slide, but there are only one type of equity share. I mean there are ഒരുപാട് നമ്മൾ പറഞ്ഞ പോലെ 8 ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. മെയിൻ ഇക്വിറ്റി ഷെയർസ് ആണ് ഓർഡിനറി ഷെയർസ് തന്നെയാണ്, ബട്ട് there are some slight changes. There is like set equity shares or bonus shares, അങ്ങനെ ചെറിയ 1-2 ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നല്ലാണ്ട് ഇക്വിറ്റി ഷെയർസ് ക്ലാസിഫിക്കേഷൻ അധികമില്ല. ബട്ട് preference shares 8 types of preference shares ഉണ്ട്. So these all are about the equity shares and preference shares. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. Then what are the different categories of share capital and what are the different types of shares, preference shares and equity shares. The next class we have to discuss how the issue of these shares is made, or how the issue of these shares are made, or what are the accounting treatment to be followed while issuing these shares. Okay, see you in next class. Thank you.